കോമ്പിനേഷൻ ഓഫ് എറേഴ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് എററിൻ്റെ കോമ്പിനേഷൻ. അതായത് ഒന്നിൽ കൂടുതൽ എറേഴ്സ് വരികയാണ്, അതിൻ്റെ സമ്മായിട്ട് എററുകളുടെ സമ്മായിട്ട് വരുന്നു, അല്ലെങ്കിൽ എററുകളുടെ ഡിഫറൻസ് ആയിട്ട് വരികയാണെങ്കിൽ റിലേറ്റീവ് എററും പെർസെൻറ്റേജ് എററും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എറർ ഓഫ് എ സമ്മാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ എക്സും വൈയും രണ്ട് എറേഴ്സാണ്, എക്സും വൈയും രണ്ട് എറേഴ്സാണ്, അതിൻ്റെ സമ്മാണ്, ആ രണ്ട് എററുകളുടെ സമ്മാണ് എക്സ് പ്ലസ് വൈ. അപ്പോൾ എക്സ് പ്ലസ് വൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഇസഡ്. അപ്പോൾ ഇസഡ് എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന എററിൻ്റെയും വൈ എന്ന് പറയുന്ന എററിൻ്റെയും സമ്മാണെങ്കിൽ ഇവിടുത്തെ മാക്സിമം വാല്യൂ ഓഫ് അബ്സല്യൂട്ട് എറർ എത്രയാണ്, റിലേറ്റീവ് എറർ എത്രയാണ്, ഫ്രാക്ഷണൽ എറർ എത്രയാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പറയണം ഡെൽറ്റ ഇസഡ് ആണ് ഇസഡിൻ്റെ അബ്സല്യൂട്ട് എറർ. അപ്പോൾ നമ്മൾ അബ്സല്യൂട്ട് എററിനെ ഡെൽറ്റ ഓഫ് എ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇസഡ് ആണെങ്കിൽ ഡെൽറ്റ ഓഫ് ഇസഡ് ആണ് ഏതിൻ്റെ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്, ഇസഡ് എന്ന് പറയുന്ന എററിൻ്റെ അബ്സല്യൂട്ട് എററാണ് ഏത്, ഡെൽറ്റ ഇസഡ്. ഡെൽറ്റ എക്സ് ആണ് എക്സിൻ്റെ അബ്സല്യൂട്ട് എറർ, ഡെൽറ്റ വൈ ആണ് വൈയുടെ അബ്സല്യൂട്ട് എറർ എങ്കിൽ ഇതിൻ്റെ ഡെറിവേഷൻ ഒന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട, ജസ്റ്റ് അബ്സല്യൂട്ട് എറർ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അതിൻ്റെ ഇക്വേഷൻസ് മാത്രം ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഡെൽറ്റ ഇസഡ് ആണ് ഇസഡിൻ്റെ അബ്സല്യൂട്ട് എറർ, ഡെൽറ്റ എക്സ് ആണ് എക്സിൻ്റെ അബ്സല്യൂട്ട് എറർ, ഡെൽറ്റ വൈ ആണ് വൈയുടെ അബ്സല്യൂട്ട് എറർ എങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് ഏതാണ്, ഡെൽറ്റ ഇസഡ് ആണ്. അതെന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽ എററിൻ്റെയും അബ്സല്യൂട്ട് എറർ കണ്ടുപിടിച്ച് ആഡ് ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ എററിൻ്റെയും അബ്സല്യൂട്ട് എറർ കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യുന്നതിന് ഈക്വൽ ആണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മാക്സിമം അബ്സല്യൂട്ട് എറർ. അപ്പോൾ ട്രൂ വാല്യൂ ഉണ്ട്, മാക്സിമം അബ്സല്യൂട്ട് എറർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, റിലേറ്റീവ് എറർ കണ്ടുപിടിക്കാം. റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഇസഡ് അബ്സല്യൂട്ട് എറർ ബൈ ഇസഡ് ആണ്. അബ്സല്യൂട്ട് എറർ എത്രയാണ്, ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈ ആണ്. ഇസഡിൻ്റെ വാല്യൂ എത്രയാണ്, എക്സ് പ്ലസ് വൈ ആണ്. ഇതാണ് റിലേറ്റീവ് എറർ. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് എറർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, പെർസെൻറ്റേജ് എറർ എന്ന് പറഞ്ഞാൽ ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, റിലേറ്റീവ് എറർ ഇൻറ്റു 100 ചെയ്താൽ മതി. ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഇൻറ്റു 100, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പെർസെൻറ്റേജ് എറർ കിട്ടും. അപ്പോൾ ഓരോന്നും കണ്ടുപിടിക്കുന്ന ഇക്വേഷൻസ് അറിഞ്ഞിരുന്നാൽ മതി, ഡെറിവേഷൻ നമുക്കിവിടെ ആവശ്യമില്ല. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ രണ്ട് എററുകളുടെ സമ്മായിട്ടാണ് വരുന്നതെങ്കിൽ മാക്സിമം അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ ഓരോ എററിൻ്റെയും അബ്സല്യൂട്ട് എറർ കണ്ടുപിടിച്ച് ആഡ് ചെയ്താൽ മതി. ഇനി റിലേറ്റീവ് എറർ എങ്ങനെ കണ്ടുപിടിക്കും, ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ചെയ്താൽ മതി. അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പെർസെൻറ്റേജ് എറർ കിട്ടും. ഇനി അടുത്തത് എറർ ഓഫ് എ ഡിഫറൻസ് ആകുമ്പോൾ ഇസഡ് ഈക്വൽ ടു എങ്ങനെ വരും, എക്സ് മൈനസ് വൈ എന്ന് വരും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഡെൽറ്റ ഇസഡ് ആണ് അബ്സല്യൂട്ട് എറർ ഓഫ് ഇസഡ്, ഡെൽറ്റ എക്സ് ആണ് അബ്സല്യൂട്ട് എറർ ഓഫ് എക്സ്, ഡെൽറ്റ വൈ ആണ് അബ്സല്യൂട്ട് എറർ ഓഫ് വൈ എങ്കിൽ ഇവിടുത്തെ മാക്സിമം അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നതും ഇവിടുത്തെ എറർ ഓഫ് എ സം കൂട്ട് തന്നെയാണ്. ഇൻഡിവിജ്വൽ എറേഴ്സ് കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്താൽ മതി. ഇവിടെ ഡിഫറൻസ് ആണെങ്കിലും ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, മാക്സിമം അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ എറേഴ്സിൻ്റെ സമ്മാണ് വരുന്നത്. അപ്പോൾ ഡിഫറൻസ് വന്നാലും മാക്സിമം അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ എററിൻ്റെ സമ്മായിരിക്കും. ഇനി റിലേറ്റീവ് എറർ എങ്ങനെയാണ് വരുന്നത്, റിലേറ്റീവ് എറർ ഈക്വൽ ടു ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ആണ്. അപ്പം എന്ത് വരും, ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഇസഡ് എന്താണ്, എക്സ് മൈനസ് വൈ. ഇവിടെ വേരിയേഷൻ ഉണ്ട്, ഇവിടെ എക്സ് പ്ലസ് വൈ ആണ്, ഇവിടെ എക്സ് മൈനസ് വൈ ആണ്. പക്ഷേ മാക്സിമം അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്താൽ മതി, ഇൻഡിവിജ്വൽ എറേഴ്സിൻ്റെ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിച്ച് ആഡ് ചെയ്താൽ മതി. ഇനി പെർസെൻറ്റേജ് എറർ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്, പെർസെൻറ്റേജ് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഇൻറ്റു
100, അല്ലെങ്കിൽ ഇതേ ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പെർസെൻറ്റേജ് എറർ കിട്ടും. അപ്പോൾ കോമ്പിനേഷൻ ഓഫ് എറേഴ്സിൽ 2 ടോപ്പിക് നമ്മൾ പഠിച്ചു, എറർ ഓഫ് എ സമ്മും എറർ ഓഫ് എ ഡിഫറൻസും. അപ്പോൾ 2 എറേഴ്സിൻ്റെ സമ്മായിട്ടാണ് വരുന്നെങ്കിൽ മാക്സിമം അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ എറേഴ്സ് കണ്ടുപിടിച്ച് ഇൻഡിവിജ്വൽ എറേഴ്സിൻ്റെ അബ്സല്യൂട്ട് എറർ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്താൽ മതി. റിലേറ്റീവ് എറർ എങ്ങനെ കണ്ടുപിടിക്കും? മാക്സിമം അബ്സല്യൂട്ട് എറർ ബൈ ഇസഡ് ചെയ്താൽ മതി. പെർസെൻറ്റേജ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ് എറർ ഇൻറ്റു 100 ആണ്. ഇനി അടുത്തത് എറർ ഓഫ് എ ഡിഫറൻസ്, അതായത് ഇസഡ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ആണെങ്കിൽ മാക്സിമം അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ ഇസഡ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈ ആണ്. റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ആണ്, അല്ലെങ്കിൽ പെർസെൻറ്റേജ് എറർ ഈക്വൽ ടു ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഇൻറ്റു 100 ആയിരിക്കും. എറർ ഓഫ് എ സം നമ്മളിപ്പോൾ പഠിച്ചു, അത് വെച്ചിട്ടുള്ളൊരു പ്രോബ്ലം ആണിത്. The temperature of two bodies measured by a thermometer are T1 equal to 20 degrees Celsius plus or minus 0.5 degrees Celsius and T2 equal to 50 degrees Celsius plus or minus 0.5 degrees Celsius. Calculate the temperature difference and the error in the. അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസും അവിടുത്തെ എററുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എറർ ഓഫ് എ സമ്മും എറർ ഓഫ് എ ഡിഫറൻസും നമ്മൾ പഠിച്ച്. അപ്പം അവിടുത്തെ മാക്സിമം അബ്സല്യൂട്ട് എറർ നമ്മൾ എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? അബ്സല്യൂട്ട് എറർ ചോദിച്ചിട്ടില്ല, നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്? ടെമ്പറേച്ചർ ഡിഫറൻസും അവിടുത്തെ എററും കണ്ടുപിടിക്കണം. അപ്പം നോക്കിക്കേ, ക്വസ്റ്റ്യൻ T1 ഈക്വൽ ടു 20 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് ഓർ മൈനസ് 0.5 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ? അപ്പോൾ 20 ഡിഗ്രി, ഇപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇത് T1 ഫസ്റ്റ് പാർട്ട് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ T1 എന്ന് പറയാം. അതായത് അവിടുത്തെ അബ്സല്യൂട്ട് എററിൻ്റെ ടേം. അതായത് നമ്മളിപ്പോൾ ഒരു ട്രൂ വാല്യൂ ഫസ്റ്റ് ഒരു വാല്യൂ എഴുതുന്നത് എങ്ങനെയാണ്? നമ്മുടെ ട്രൂ വാല്യൂ പ്ലസ് ഓർ മൈനസ് അബ്സല്യൂട്ട് എറർ എന്നല്ലേ എഴുതുന്നത് അല്ലേ? ട്രൂ വാല്യൂ പ്ലസ് ഓർ മൈനസ് അബ്സല്യൂട്ട് എറർ, ഇതാണ് അപ്പോൾ നമ്മുടെ അബ്സല്യൂട്ട് എററിൻ്റെ ടേം. മറ്റേതിനകത്ത് അതേപോലെ ഇത് T2ഉം ഇത് ഡെൽറ്റ T2ഉം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കണം. അതായത് T1ഉം T2ഉം തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ T2 അല്ലയോ കൂടുതൽ, അപ്പോൾ നമ്മൾ T ഡാഷ് ഈക്വൽ ടു T2 മൈനസ് T1 ഫസ്റ്റ് കണ്ടുപിടിക്കുക, അതിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ 50 മൈനസ് 20 ഈക്വൽ ടു 30 ഡിഗ്രി സെൽഷ്യസ്. നോർമലായിട്ട് നമ്മൾ ടെമ്പറേച്ചർ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നതാണ്. അതിൻ്റെ എറർ പോർഷൻ വരുന്നത് ഏതാണ്? സെക്കൻഡ് ടൈം ആണ് ഇല്ലയോ? അതായത് ഇവിടെ നമുക്ക് അബ്സല്യൂട്ട് എറർ തന്നിട്ടുണ്ട് അല്ലയോ? അപ്പോൾ ഇതാണ് ഡെൽറ്റ T1. ഇവിടെ ഇതെന്ന് പറയുന്നത് ഡെൽറ്റ T2 ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ T എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സമ്മായാലും ഡിഫറൻസ് ആയാലും, രണ്ട് എറേഴ്സിൻ്റെ സമ്മായാലും ഡിഫറൻസ് ആയാലും മാക്സിമം അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? ഇൻഡിവിജ്വൽ എറേഴ്സിൻ്റെ സമ്മാണെന്ന് നമ്മൾ പറഞ്ഞില്ലായിരുന്നു? ഡെൽറ്റ T ഈക്വൽ ടു ഡെൽറ്റ T1 പ്ലസ് ഡെൽറ്റ T2. ഡെൽറ്റ T1 എത്രയാണ്? 0.5. ഡെൽറ്റ T2 എത്ര തന്നെയാണ്? 0.5. 0.5 പ്ലസ് 0.5 എത്ര കിട്ടും? 1 ഡിഗ്രി സെൽഷ്യസ് കിട്ടും. എന്ത്? മാക്സിമം അബ്സല്യൂട്ട് എറർ. അപ്പോൾ ടോട്ടൽ T ഡാഷ്, ടോട്ടൽ ടെമ്പറേച്ചർ ഡിഫറൻസ് നമുക്ക് എങ്ങനെ എഴുതാം? T ഡാഷ് പ്ലസ് ഇതെല്ലാം വേണം ഡെൽറ്റ T ഡാഷ് നോട്ട്. T ഡാഷ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ T ഡാഷ്. T ഡാഷ് എത്രയാണ്? 30 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് ഓർ മൈനസ് 1 ഡിഗ്രി സെൽഷ്യസ്. ഒന്നുകൂടെ പറയാം, രണ്ട് ടെമ്പറേച്ചേഴ്സ് തന്നിട്ടുണ്ട്. അവിടെ നമുക്ക് എററിൻ്റെ ടേമും കൂടെയാണ് തന്നിരിക്കുന്നത്. ഈ പോർഷനാണ് നമ്മുടെ എറർ ടേം. അതായത് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ട്രൂ വാല്യൂ പ്ലസ് ഓർ മൈനസ് അബ്സല്യൂട്ട് എറർ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ് നമ്മൾ നോർമലായിട്ട് കണ്ടുപിടിക്കുന്നുണ്ട്, T2 മൈനസ് T1 ചെയ്യാം. ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? രണ്ട് എറേഴ്സിൻ്റെ അബ്സല്യൂട്ട് എറർ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ സമ്മായാലും ഡിഫറൻസ് ആയാലും മാക്സിമം അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ എററിൻ്റെ സമ്മായിരിക്കും. അപ്പോൾ 0.5 പ്ലസ് 0.5 എത്ര കിട്ടും? 1 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ടോട്ടൽ ടെമ്പറേച്ചർ ഡിഫറൻസ് പറഞ്ഞാൽ T ഡാഷ് പ്ലസ് ഡെൽറ്റ T ഡാഷ് ആണ്. T ഡാഷ് എത്രയാണ്? 30 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് ഓ മൈനസ് ഡെൽറ്റ T ഡാഷ് എത്രയാണ്? 1 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അടുത്തത് എറർ ഓഫ് എ പ്രോഡക്റ്റ്, എറർ ഓഫ് എ കോഷ്യന്റ്. അതായത് രണ്ട് എറേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ അവിടുത്തെ അബ്സല്യൂട്ട് എറർ എത്രയാണ്? റിലേറ്റീവ് എറർ എത്രയാണ്? പെർസെൻറ്റേജ് എറർ എത്രയാണെന്നാണ് പറയുന്നത്. അതേപോലെ രണ്ട് എറേഴ്സിൻ്റെ കോഷ്യൻ്റ് ആണ്. ഈ രണ്ടും ഒരേപോലെ തന്നെയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു വിട്ട് ഇവിടുത്തെ മാക്സിമം അബ്സല്യൂട്ട് എറർ സം ആയാലും ഡിഫറൻസ് ആയാലും പ്രോഡക്റ്റ് ആയാലും കോഷ്യൻ്റ് ആയാലും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇൻഡിവിജ്വൽ എറേഴ്സിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്താൽ മതി. നേരത്തെ കൂട്ട് തന്നെ മാക്സിമം അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെയും അബ്സല്യൂട്ട് എറർ കണ്ടുപിടിച്ച് ആഡ് ചെയ്താൽ മതി. അതുപോലെ ഇവിടെ അങ്ങനെ തന്നെയാണ്. ഡെൽറ്റ ഇസഡ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈ തന്നെയാണ് ഏത് മാക്സിമം അബ്സല്യൂട്ട് എറർ. ഇനി അടുത്ത റിലേറ്റീവ് എറർ വരുമ്പോൾ, റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ ഇവിടെ വ്യത്യാസമുണ്ട്. ഓരോന്നിൻ്റെയും റിലേറ്റീവ് എറർ, ഓരോ എററിൻ്റെയും റിലേറ്റീവ് എറർ കണ്ടുപിടിച്ച് ആഡ് ചെയ്യണം. അതായത് അപ്പോൾ എക്സിൻ്റെ റിലേറ്റീവ് എറർ എന്ന് പറയുമ്പം അതിൻ്റെ അബ്സല്യൂട്ട് എറർ ബൈ അതിൻ്റെ ട്രൂ വാല്യൂ, അതായത് ഡെൽറ്റ എക്സ് ബൈ എക്സ് പ്ലസ് ഡെൽറ്റ വൈ ബൈ വൈ. ഇതെന്ന് പറഞ്ഞാൽ റിലേറ്റീവ് എറർ ഓഫ് എക്സ്, ഇതെന്ന് പറഞ്ഞാൽ റിലേറ്റീവ് എറർ ഓഫ് വൈ. അപ്പോൾ ഓരോന്നിൻ്റെയും റിലേറ്റീവ് എറർ പ്രത്യേകം കണ്ടുപിടിച്ച് ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്? എറർ ഓഫ് എ പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ റിലേറ്റീവ് എറർ വരുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് ആണെങ്കിൽ ടോട്ടൽ റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ എററിൻ്റെ റിലേറ്റീവ് എറർ കണ്ടുപിടിച്ച് ആഡ് ചെയ്യണം. അതേപോലെ തന്നെയാണ് ഇവിടെയും റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ കോഷ്യൻ്റ് ആണെങ്കിലും ഇൻഡിവിജ്വൽ എററിൻ്റെ റിലേറ്റീവ് എറർ കണ്ടുപിടിച്ച് ആഡ് ചെയ്താൽ മതി. പ്രോഡക്റ്റിൻ്റെയും കോഷ്യൻ്റിൻ്റെയും മെത്തേഡ് സെയിം തന്നെയാണ്. ഇനി പെർസെൻറ്റേജ് എറർ ആകുമ്പോഴെങ്ങനെയാണ്? റിലേറ്റീവ് എററിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇതേ ഇൻറ്റു 100 ചെയ്താൽ മതി. ഇവിടെ അത് തന്നെ ഇതേ ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പെർസെൻറ്റേജ് എറർ കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് എറർ ഓഫ് എ പ്രോഡക്റ്റ് അല്ലെങ്കിൽ എറർ ഓഫ് എ കോഷ്യൻ്റ്. അപ്പോൾ എക്സ് ഇൻറ്റു വൈ ഫോമിലാണെങ്കിലോ അല്ലെങ്കിൽ എക്സ് ബൈ ഫോമിലായാലും മാക്സിമം അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ എറേഴ്സിൻ്റെ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിച്ച് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഇനി റിലേറ്റീവ് എറർ വരുമ്പോൾ എങ്ങനെയാണ്? ഓരോന്നിൻ്റെയും റിലേറ്റീവ് എറർ സെപ്പറേറ്റ് കണ്ടുപിടിച്ച് ആഡ് ചെയ്യണം. പെർസെൻറ്റേജ് എറർ ആണെങ്കിലോ റിലേറ്റീവ് എറർ ഇൻറ്റു 100 ആണ്. ഇനി എറർ ഓഫ് എ കോഷ്യൻ്റ് ആണെങ്കിൽ എങ്ങനെയാണ്? പിന്നെ ഈ സെയിം പ്രോഡക്റ്റിൻ്റെ കൂട്ട് തന്നെയാണ്. മാക്സിമം അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ അബ്സല്യൂട്ട് എററിൻ്റെ സമ്മ. റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ എറേഴ്സിൻ്റെ റിലേറ്റീവ് എറർ കണ്ടുപിടിച്ച് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. പിന്നെ അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഏത് എറർ കിട്ടും? പെർസെൻറ്റേജ് എറർ കിട്ടും. അടുത്തത് എറർ ഓഫ് എ മെഷേർഡ് ക്വാണ്ടിറ്റി റേസ്ഡ് ആസ് എ പവർ. അതായത് നമുക്കൊരു എറർ തന്നിട്ടുണ്ട്, അതിന് റേസ് ടു ഒരു പവർ ഉണ്ടെങ്കിൽ, അതായത് എക്സ് റേസ് ടു എൻ ഫോമിലാണ് നമ്മുടെ എറർ വരുന്നതെങ്കിൽ അവിടുത്തെ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കുന്നത് ഡെൽറ്റ ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പവർ n ടൈംസ് ഇൻറ്റു അബ്സല്യൂട്ട് എറർ ഓഫ് എക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ അബ്സല്യൂട്ട് എറർ എങ്ങനെ കണ്ടുപിടിക്കുക? ആ പവറെ ഇൻറ്റു അബ്സല്യൂട്ട് എറർ ഓഫ് എക്സ്. ഇനി അടുത്തത് റിലേറ്റീവ് എറർ ആണെങ്കിലോ, റിലേറ്റീവ് എറർ ആണെങ്കിൽ n ടൈംസ് റിലേറ്റീവ് എറർ ഓഫ് എക്സ് ആണ്. അപ്പോൾ എക്സിൻ്റെ റിലേറ്റീവ് എറർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എക്സ്പ്രഷനിൻ്റെ n ടൈംസ് റിലേറ്റീവ് എറർ ഓഫ് എക്സ്. ഇനി ഇവിടുത്തെ പെർസെൻറ്റേജ് എറർ എങ്ങനെ കണ്ടുപിടിക്കും? പെർസെൻറ്റേജ് എറർ n ടൈംസ് ഡെൽറ്റ എക്സ് ബൈ എക്സ് ഇൻറ്റു 100 ആയിരിക്കും. അപ്പോൾ ഇസഡ് ഈക്വൽ ടു എക്സ് റേസ് ടു n ഫോമിലാണെങ്കിൽ അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ n ടൈംസ് ഓഫ് അബ്സല്യൂട്ട് എറർ ഓഫ് എക്സ് ആയിരിക്കും. ഇനി അവിടുത്തെ റിലേറ്റീവ് എറർ എങ്ങനെ കണ്ടുപിടിക്കും? n ടൈംസ് ഓഫ് റിലേറ്റീവ് എറർ ഓഫ് എക്സ്. പെർസെൻറ്റേജ് എറർ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് എറർ ഇൻറ്റു 100. എപ്പോഴും നമുക്ക് ഈ എറർ കാൽക്കുലേഷൻ്റെ പ്രോബ്ലംസ് വരുമ്പോൾ എപ്പോഴും നമുക്ക് ആവശ്യമുള്ളൊരു ഇക്വേഷനാണ് ഇസഡ് ഈക്വൽ ടു എക്സ് റേസ് ടു n. എപ്പോഴും നമുക്ക് പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ ഒരു നമ്മുടെ ഒരു എറർ റേസ് ടു എ പവർ ഫോമിലായിരിക്കും മിക്കവാറും നമുക്ക് പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ ഈ റിലേഷൻ എപ്പോഴും ഓർത്തിരിക്കണം. എക്സ് റേസ് ടു n ഫോമിലാണെങ്കിൽ റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ n ടൈംസ് റിലേറ്റീവ് എറർ ഓഫ് എക്സ്, അതായത് n ടൈംസ് ഡെൽറ്റ എക്സ് ബൈ എക്സ് ആയിരിക്കും. ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള 1-2 പ്രോബ്ലംസ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഈ റൂൾ കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. അടുത്തത് വെച്ചുള്ള പ്രോബ്ലം ആണ്. ലെറ്റ് എക്സ് ഈക്വൽ ടു എ റൈസ് ടു 1/3 ബി ക്യൂബ് സി റൈസ് ടു 3/4 ഡിവൈഡഡ് ബൈ റൂട്ട് പി ക്യൂ റൈസ് ടു 5. ഫൈൻഡ് ദ പെർസെൻറ്റേജ് എറർ ഇൻ എക്സ്. അപ്പം നമ്മളിപ്പോൾ പഠിച്ച റൂൾസ് എല്ലാം ഇവിടെ അപ്ലൈ ചെയ്യണം അല്ലയോ? അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് ഈക്വൽ ടു എ റൈസ് ടു 1/3. അതായത് ഇപ്പോൾ ഏത് ഫോമിലാണ്? എ റൈസ് ടു 1/3 ആകുമ്പോൾ നമ്മുടെ എക്സ് റൈസ് ടു n ഫോം.
ബി ക്യൂബ് ആകുമ്പോഴും എക്സ് റേസ് ടു എൻ ഫോം, അതിൻ്റെ കൂടെ തന്നെ ഇവിടെ പ്രോഡക്റ്റ് റൂള്. സി റേസ് ടു 3/4 ആകുമ്പോഴും ഇവ മൂന്നും തമ്മിൽ പ്രോഡക്റ്റ് റൂളും പിന്നെ എക്സ് റേസ് ടു എൻ ഫോം. പിന്നെ ഇവിടെ കോഷ്യന്റ് റൂൾ. റൂട്ട് പി നമുക്ക് എങ്ങനെ എഴുതാം? പി റേസ് ടു 1/2 എന്ന് എഴുതാമല്ലോ, ഇൻറ്റു ക്യൂ റേസ് ടു 5. നമ്മളുടെ ചോദ്യം എന്താണ്? ഇവിടുത്തെ പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കണം. പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? റിലേറ്റീവ് എറർ കണ്ടുപിടിക്കുക. അതിനെ പിന്നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പെർസെൻറ്റേജ് എറർ കിട്ടും? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. അപ്പോൾ എക്സിൻ്റെ റിലേറ്റീവ് എറർ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ എക്സ് ബൈ എക്സ് എന്ന് എഴുതാം. റിലേറ്റീവ് എറർ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ബൈ എക്സ് ആണ്. ഈക്വൽ ടു ഇനി എ റേസ് ടു 1/3 അല്ലെങ്കിൽ എക്സ് റേസ് ടു എൻ ഫോം ആണെങ്കിൽ അതിൻ്റെ എറർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? റിലേറ്റീവ് എറർ എൻ ടൈംസ് ഡെൽറ്റ എക്സ് ബൈ എക്സ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് ആരാണ്? 1/3. 1/3 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് ഡെൽറ്റ എ ബൈ എ. ഇനി പ്രോഡക്റ്റ് ആണെങ്കിലും കോഷ്യൻ്റ് ആണെങ്കിലും നമുക്കറിയാം ഫ്രാക്ഷണൽ എറർ കണ്ടുപിടിക്കുമ്പോൾ അല്ലെങ്കിൽ റിലേറ്റീവ് എറർ കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഇൻഡിവിജ്വൽ എറേഴ്സിൻ്റെ റിലേറ്റീവ് എറർ കണ്ടുപിടിച്ച് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്ത് പോയി മതി. അപ്പോൾ ഈ ഇൻറ്റുവിന് പകരം ഇവിടെ എന്ത് വരും? പ്ലസ് വരും. ഇനി ഇതും എക്സ് റേസ് ടു എൻ ഫോം ആണ്. അപ്പോൾ 3 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി ഇല്ലയോ. ഇനി ഈ പ്രോഡക്റ്റിന് പകരം പ്ലസ് ഇൻഡിവിജ്വൽ വാല്യൂവിൻ്റെ റിലേറ്റീവ് എറർ കണ്ടുപിടിച്ച് ആഡ് ചെയ്യാൻ വേണ്ടത്. ഇനി ഇത് എക്സ് റേസ് ടു എൻ ഫോം. അപ്പോൾ 3/4 ഇൻറ്റു ഡെൽറ്റ സി ബൈ സി. ഇനി എക്സ് ബൈ വൈ ഫോം ആണെങ്കിലും എങ്ങനെയാണെന്നാണ് പറയാൻ നമ്മൾ ആഡ് ചെയ്ത് പോയാൽ മതി എന്ന് പറഞ്ഞാൽ. അപ്പോൾ പ്ലസ് 1/2 ഇൻറ്റു ഡെൽറ്റ പി ബൈ പി. പിന്നെ അവിടെ ഇൻറ്റു അല്ലേ, അപ്പോൾ പ്ലസ് 5 ഇൻറ്റു ഡെൽറ്റ ക്യൂ ബൈ ക്യൂ. അപ്പോൾ ഒന്നുകൂടെ പറയാം, നമ്മൾ ഈ പഠിച്ച റൂൾസ് എല്ലാം കൂടി ഇവിടെ അപ്ലൈ ചെയ്തേക്കാണ്. അപ്പോൾ എക്സ് റേസ് ടു എൻ ഫോമാണ് ആദ്യത്തെ കിടക്കുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ എഴുതാം? എൻ ഇൻറ്റു ഡെൽറ്റ എക്സ് ബൈ എക്സ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ 1/3 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ. പിന്നെ ഇവിടെ പ്രോഡക്റ്റ് ആണ്. നമ്മൾ പറഞ്ഞ റൂൾ വെച്ചിട്ട് ഇൻഡിവിജ്വൽ എററിൻ്റെ എന്ത് കണ്ടുപിടിക്കുക? റിലേറ്റീവ് എറർ കണ്ടുപിടിച്ച് ആഡ് ചെയ്താൽ മതി. ഇൻറ്റു ആണെങ്കിലും കോഷ്യൻ്റ് ആണെങ്കിലും ആഡ് ചെയ്താൽ മതി. അപ്പോൾ പ്ലസ് 3 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി പ്ലസ് 3/4 ഇൻറ്റു ഡെൽറ്റ സി ബൈ സി പ്ലസ് 1/2 ഇൻറ്റു ഡെൽറ്റ പി ബൈ പി പ്ലസ് 5 ഇൻറ്റു ഡെൽറ്റ ക്യൂ ബൈ ക്യൂ. ഇനി നമുക്ക് ചോദിച്ചിരുന്ന റിലേറ്റീവ് എറർ അല്ല, പെർസെൻറ്റേജ് എറർ. അപ്പോൾ ഡെൽറ്റ എക്സ് ബൈ എക്സ് ഇൻറ്റു 100 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ റിസൾട്ട് എങ്ങനെ വരും? ദിസ് വാല്യൂ ഇതിനെ ഇത്രയും കൂടെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1/3 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ പ്ലസ് 3 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി പ്ലസ് 3/4 ഇൻറ്റു ഡെൽറ്റ സി ബൈ സി പ്ലസ് 1/2 ഇൻറ്റു ഡെൽറ്റ പി ബൈ പി പ്ലസ് 5 ഇൻറ്റു ഡെൽറ്റ ക്യൂ ബൈ ക്യൂ. ഇത്രേനേയും കൂടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പെർസെൻറ്റേജ് എറർ കിട്ടും. ഇത്രയും ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എറർ കാൽക്കുലേഷൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പഠിച്ച 5 റൂളും ആദ്യം വൃത്തിയായിട്ട് പഠിക്കുക. അത് പഠിച്ചിട്ട് ഈ പ്രോബ്ലം ചെയ്യാൻ നോക്കുക. ഹോംവർക്ക് കൂടെ തരാം. ഹോംവർക്കാണ് പി ഈക്വൽ ടു എ ക്യൂബ് ബി സ്ക്വയർ സി റേസ് ടു 1/4 ഡിവൈഡഡ് ബൈ ഡി റേസ് ടു 4 ഇ റേസ് ടു 1/2. ഫൈൻഡ് പെർസെൻറ്റേജ് എറർ. രണ്ടാമത്തത് ഇസഡ് ഈക്വൽ ടു റൂട്ട് എക്സ് റൂട്ട് വൈ പി റേസ് ടു 5 ഡിവൈഡ് ബൈ ആർ റേസ് ടു 1/3 ക്യൂ റേസ് ടു 3/5. ഫൈൻഡ് പെർസെൻറ്റേജ് എറർ. ഈ റൂൾസൊക്കെ പഠിച്ചിട്ട് ഈ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് ആൻസർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക.